നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് സ്കിൻ കെയർ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒരുപാട് പേര് പറയുന്ന ഒരു ഇതാണ്, നമ്മുടെ ബോഡി ഒന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ എന്താ പറയുക ഓവർ നൈറ്റൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്ന കാരണം ബോഡി ഭയങ്കര ഫാറ്റ് കയറി ഇതാക്കി. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് ഭയങ്കര ഡയറ്റാണ്, കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക. ഇതിന് മുമ്പ് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട്, ഒരു 105 കിലോ എന്നുള്ളത് ഒരു 75 കിലോ ആക്കിയിട്ടുണ്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ, ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ വീണ്ടും ഇറക്കാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, അന്നത്തെ ടൈമിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു എന്താ പറയുക, ഒരു പെട്ടെന്ന് വണ്ണം കുറയാൻ വേണ്ടി, പെട്ടെന്ന് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു 5 ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ 1 കിലോ കുറയ്ക്കുന്ന എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് നമുക്ക് ഒന്നല്ലെങ്കിൽ മോർണിംഗ് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ മോർണിംഗ് അത്ര രാവിലെ ഞാൻ വൈകി എണീക്കണ കാരണമൊക്കെ ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഞാൻ നൈറ്റാണ്, ഡിന്നറിന് പകരം ഞാൻ ആ ഷെയ്ക്കാണ് എന്താ പറയുക, ആ ഒരു ജ്യൂസാണ് കുടിക്കുന്നത്. അതും ഒരു 7 മണി 6 മണി ഇടയ്ക്കുള്ളൊരു ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡിന്നർ അവിടെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. പിന്നെ രാവിലെയാണ് ഫുഡ് കഴിക്കുന്നത്. അതെൻ്റെ ഒരു ഡയറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ടൈം ഷെഡ്യൂളാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ആ സംഭവം ഉണ്ടാക്കുന്നതെന്ന്, ആ സീക്രട്ട് ജ്യൂസ്, എൻ്റെ 1 കിലോ കുറച്ച് ജ്യൂസ്. അപ്പോൾ വേഗം പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓട്സ് വറുത്തത്. നമുക്ക് വെർജിൻ ഓട്സ് യൂസ് ചെയ്യരുത്, ഒന്നില്ലെങ്കിൽ വറുക്കുക അല്ലെങ്കിൽ ഒന്ന് കുതിർക്കുക, അത് ഏതെങ്കിലും ഒന്ന് ചെയ്തത്. ഞാനിവിടെ വറുത്തതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്കൊരു റോബസ്റ്റ പഴം ചെറുതാക്കി അരിഞ്ഞത്, ഒരു ഫുൾ റോബസ്റ്റ പഴം ചെറുതാക്കി അരിഞ്ഞത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ആപ്പിൾ തൊലി കളഞ്ഞത് കഷ്ണങ്ങളാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് 3 ഈന്തപ്പഴം കുരു കളഞ്ഞത്, പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഒരു 5 കാഷ്നട്ടും 5 ബദാമും കുതിർത്തത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ നമ്മുടെ പ്രോട്ടീൻ റിച്ചിന് വേണ്ടിയിട്ട്. ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ്, അതും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടി നമുക്ക് ഹണി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഹണി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് ടോണ്ട് മിൽക്ക്, വെർജിൻ മിൽക്ക് യൂസ് ചെയ്യരുത്, ടോണ്ട് മിൽക്കാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തണുപ്പിച്ചത് 1 കപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റോളം നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഇതേപോലത്തെ പരുവത്തിൽ ആക്കി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. 1 ഗ്ലാസ് മതി നമുക്ക് വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട്. ഇനി അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ്, നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചത് ചിയ സീഡ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക, നല്ലപോലെ ഇളക്കി മിക്സാക്കുക. ഇനി അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കടിക്കാൻ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മീൽ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം, അത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെറുതെ ഒരു ഗാർണിഷിനും പിന്നെ നമുക്കൊന്ന് ഇടയ്ക്ക് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എൻ്റെ സീക്രട്ട് ഡ്രിങ്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? അതാണ് ഈ ജ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. പെട്ടെന്ന് റിസൾട്ട് എന്നൊരു കാര്യം, നമുക്ക് വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ജിമ്മിലൊന്നും ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ജിമ്മ് എന്താ പറയുക പോകാനൊരു ടൈം കിട്ടാറില്ല. കാരണം എന്താ വെച്ചാൽ വർക്കിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് അതിനകത്തൊന്ന് കൺട്രോൾ ചെയ്യാം. മാക്സിമം ഒരു ഫുഡിൽ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഉള്ള വെയിറ്റൊക്കെ കുറയും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മധുരത്തിന് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതും നമുക്ക് എന്താ പറയുക അത് ഒഴിവാക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ നമുക്കൊരു വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കിരൺ ടാറ്റ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ടാറ്റ, ബൈ ബൈ.